റബ്ബർ വില ഉയരുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി റബ്ബർ കർഷകർ. വില ഉയരുന്നതുവരെ ഉൽപാദനം നിർത്താനാണ് കർഷകരുടെ തീരുമാനം. ഇതോടെ ജില്ലയിൽ റബ്ബർ തോട്ടങ്ങളിൽ കുരുമുളക് കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ദീർഘവിളയായ റബ്ബറിന് കാലങ്ങളായി വില ഉയരാത്തത് മലയോര കർഷകരെയും കുടുംബങ്ങളെയും വളരെയധികം ബാധിച്ചിരുന്നു. നിലവിൽ RSS ഫോറനം റബ്ബറിന് 179 രൂപയാണ് വില, ഒട്ടുപാലിന് 96 രൂപയും. കേരളത്തിൽ റബ്ബർ ഉൽപാദനം കുറഞ്ഞതോടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി ടയർ ലോബി റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ ഈ റബ്ബർ മോഷണം പോകുന്നതും പതിവായിട്ടുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ റബ്ബർ ബോർഡ് ശ്രമിക്കുന്നതെന്നും കർഷകർക്ക് ആക്ഷേപമുണ്ട്. വില വർദ്ധിച്ചാൽ മാത്രമേ ഉൽപാദനം കൂട്ടുകയുള്ളൂ എന്ന കർഷകരുടെ തീരുമാനം വില വർദ്ധിക്കാൻ കാരണമാകുമെന്ന പ്രതീക്ഷ നൽകുന്നതായി കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി AB ഐപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിപണിയിൽ വില വർദ്ധിച്ചാൽ മാത്രമേ ഉൽപാദനം കൂടുതലാക്കൂ എന്നുള്ള കർഷകരുടെ ഉറച്ച തീരുമാനം എത്തിയതോടുകൂടി റബ്ബർ വിപണിയിൽ ഷീറ്റിൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി ഷീറ്റിൻ്റെ വില വർദ്ധിക്കാനുള്ള സാഹചര്യം വലിയ തോതിൽ വന്നിരിക്കുന്നു. ഇവിടുത്തെ ടയർ കമ്പനികൾ, സംഘടിതരായ ടയർ കമ്പനികളെ മുട്ടുകുത്തിക്കാനുള്ള കർഷകരുടെ ഉറച്ച തീരുമാനം ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. ഷീറ്റിൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി വരും ദിവസങ്ങളിൽ റബ്ബറിൻ്റെ വില ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. റബ്ബർ കർഷകരോടുള്ള അവഗണനയുടെ അമർഷം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.